സോ ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, ഇൻട്രോ പറയാനായിട്ടൊന്നും ഭയങ്കര എനർജി ആയിട്ടൊന്നും ഇരിക്കുന്ന ടൈമൊന്നും അല്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമല്ല. ബട്ട് നമുക്ക് ഒരുപാട് നാളായി ഇപ്പം നമ്മുടെ ചാനലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ലൈവ് സ്ട്രീംസ് ഒക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയറോളം ആവുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല വീഡിയോസും ലൈവ് സ്ട്രീംസൊക്കെ ചെയ്തിട്ട്. ഇപ്പം റീസെൻ്റായിട്ടൊരു 1 ഇയറിൽ നമ്മൾ ചെയ്ത വീഡിയോസ് നോക്കുവാണെങ്കിൽ ആർക്കായാലും പെട്ടെന്ന് കണ്ടാൽ അറിയാം, ഇത് എന്തോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാൻ നോക്കാത്തതെന്നല്ല, ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ പോലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ല ഞാൻ ഇത്രയും ദിവസം ഈ ഒരു 1 ഇയർ ലാസ്റ്റ് 1 ഇയർ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് സ്ട്രീംസ് ആയിക്കോട്ടെ ഓക്കെ. അപ്പം അതിൻ്റെ കാരണം കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ചൊക്കെ അറിയത്തില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് നാളെ വീഡിയോസ് ലൈവ് സ്ട്രീംസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. നമ്മുടെ മൊബൈലിൻ്റെ പരിതാപകരമായ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാരണമാണ് പുതിയ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടാൻ പറ്റാത്തത്. ആൻഡ് വേറെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഇവിടെ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്ക് എന്ത് പറയണമെന്ന് പോലും എനിക്ക് സത്യത്തെ അറിയത്തില്ല. ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വേറൊന്നുമല്ല, നമ്മൾ നോട്ട് ഷുവർ, ഓക്കെ നമുക്ക് നമ്മുടെ ചാനൽ ടെമ്പററി ആയിട്ട് നിർത്തി വെക്കേണ്ടി വരും. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഓക്കെ, ചിലപ്പം നിർത്തി വെക്കാം, ചിലപ്പോൾ നിർത്തി വെക്കാണ്ടിരിക്കാം. എനിക്ക് നിർത്തി വെക്കാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല. കാരണം നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു ഗ്രോ ആയ സമയത്ത് ഓരോ ചാനലിനും അതിൻ്റെതായ ഒരു പീക്ക് ടൈമുണ്ട് ഒരു ഗ്രോത്തിന്. അപ്പോൾ ആ ഒരു പീക്ക് ടൈം ഗ്രോത്ത് ആയിരുന്ന ടൈമിലായിരുന്നു, മനസ്സിലായില്ലേ, അത് തന്നെ ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ ചാനൽ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിരുന്നത്. സോ ഇപ്പോൾ പോലും ഈ ഒരു വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് ഒരു ഫേസ് ക്യാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അതിന് പോലും ഇപ്പം പറ്റാത്തൊരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയെങ്കിലും എനിക്ക് ഫേസ് ക്യാമൊക്കെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യാം. ബട്ട് അതിന് പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ഓക്കെ, ആൻഡ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ബോറടിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നോ അല്ല കേട്ടിരിക്കുക, ജസ്റ്റ് ഇത് കേൾക്കുക. നിങ്ങൾ എൻ്റെ ഒരുപാട് നാളായിട്ടുള്ള ഫോളോവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കേൾക്കുക. അപ്പം അങ്ങനെ ഒരു പീക്ക് ടൈമിലാണ് നമ്മുടെ ചാനൽ നിർത്തി വെച്ചത്. ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് യൂട്യൂബർ എന്നുള്ള ഇതിൽ, ആ ഒരു യൂട്യൂബ് ചാനലുള്ള ഇതിൽ പുതിയതായിട്ട് വരുന്നവർക്കാണെങ്കിൽ പോലും അറിയാം, ഇപ്പോഴത്തെ ഇതിൽ യൂട്യൂബ് ചാനലൊന്ന് ക്ലിക്കായി കൊണ്ടുവരാനായിട്ട് അത്യാവശ്യം നല്ല എളുപ്പമാണ്. ഇപ്പോഴത്തെ ഞാനൊക്കെ തുടങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ല പാടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ഒരു 1K പോലും അടിക്കാനായിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ഫോളോവേഴ്സിനൊക്കെ അറിയാം. അപ്പം ഇപ്പോഴത്തെ ഇതിൽ ഒരു ചാനൽ ക്ലിക്കാക്കി എടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ബട്ട് അതിനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പാട്. നമ്മൾ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് നമ്മുടെ ഒരു പ്രശ്നത്തിൽ നിന്നല്ലാണ്ട് നമുക്കത് നിർത്തി വയ്ക്കേണ്ടി വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് പറയാനാ. അപ്പം അതാണ് കാര്യങ്ങളുടെ ഒരു ഇത്. ഓക്കെ, ഇങ്ങനെയൊക്കെ എനിക്കിതിപ്പോൾ എനിക്ക് എങ്ങനെ നിങ്ങളുടെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒരുപാട് നാളായിട്ട് ഇവിടെ വീഡിയോ എന്നൊക്കെ എന്നെ ചീത്തയൊക്കെയാണ് വിളിക്കുന്നത് ഓരോരുത്തന്മാർ. ഞാൻ ചില കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റായി കളയുന്നുണ്ട്. 1-2 ഡിലീറ്റ് ആക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്ത് കാണാം. ഞാൻ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടും, നാളെ വീഡിയോ ഇടും, പുതിയ വീഡിയോ എടുക്കുന്ന സജഷൻ എന്നൊക്കെ പറഞ്ഞ് വരുമ്പം എവിടെയാടോ ചത്താടോ പിന്നെ തെറിയൊക്കെയാണ് വരുന്നത് വീഡിയോ ഇടാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയുമ്പോൾ അത് സന്തോഷമുണ്ട്. ബട്ട് ഞാനും അപ്പം റിപ്ലൈ കൊടുക്കാൻ ഞാൻ ഉടൻ വരും. ഭയങ്കര കോമഡി ആയിട്ട് ഞാൻ എടുക്കാറുള്ളൂ, ഞാനൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പോലും ഈ വീഡിയോസ് കാരണം ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇനി അങ്ങോട്ട് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, നോ ഐഡിയ. പറ്റുവാണെങ്കിൽ ഞാൻ ഷുവർ വീഡിയോ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത്. നമുക്ക് സെറ്റായി വരുവാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സെറ്റായി വരും, അതൊക്കെ അത്രേ ഉള്ളൂ. ആൻഡ് അപ്പം ഇപ്പം തന്നെ നമ്മുടെ മോഡറേറ്റേഴ്സായിട്ട് കുറേ ചെക്കന്മാരുണ്ട്. അവന്മാരൊക്കെ സ്റ്റിൽ മോഡറേറ്റേഴ്സ് ആയിക്കോട്ടെ, മോഡറേറ്റർ ആക്കാതെ ഞാൻ ഒരുപാട് നാൾ നമ്മളെ കൂടെ നിൽക്കുന്ന കുറേ ചെക്കന്മാരുണ്ട്. അവരായിക്കോട്ടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ചളവായി കുളവാക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. സംഭവം നമ്മളവിടെ പോകണമെന്നില്ല, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്, നമ്മൾ വരും. എൻ്റെ പ്രതീക്ഷ കേട്ടോ.
വരും വീഡിയോസ് കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം. കിട്ടുന്ന വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക. മാക്സിമം ഒരു ലൈവ് സ്ട്രീംസ് എങ്കിലും വല്ലപ്പോഴും വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ബട്ട് പറ്റുന്നില്ല. ആൻഡ് നമ്മൾ കറൻ്റ്ലി 2 സീരീസ് നമ്മൾ പുതിയൊരു സ്റ്റാർട്ട് ചെയ്ത്, ആ സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതിൽ പറ്റുമോയെന്ന് പ്രാക്ടിക്കലി എനിക്ക് തോന്നുന്നില്ല. ബട്ട് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ മേലെ ഞാൻ തുടങ്ങിയതാണ് ആ 2 സീരീസ്. എന്നിട്ട് പോലും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ലെറ്റ്സ് പ്ലേ പോലും 2 എപ്പിസോഡ് ഞാൻ എങ്ങനെയോ റെക്കോർഡ് ചെയ്തിട്ട്, ഒരു 1 ബ്ലോക്കിൻ്റെ ഒരു സീരീസ് അത് 1 എപ്പിസോഡ് എങ്ങനെയൊക്കെയാണ് ഇട്ടത്. അതും ആ വീഡിയോയും അത്ര ഒരു സുഖമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പോലും ഞാൻ ഇട്ടു. വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇല്ല, അതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും വ്യൂസ് ഇല്ല. അപ്പം ഞാൻ കുറച്ചുകൂടി ഡൗൺ ആയി. പിന്നെ വീഡിയോസ് ഇടാൻ അത്ര കഷ്ടപ്പെടാനുള്ള മൈൻഡ് അങ്ങ് പോയി. അതൊരു കാര്യമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു ബന്ധമില്ലാതൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും ഞാൻ ഇതിൽ ഭയങ്കര എഡിറ്റിംഗ് കാണാനല്ല, ചുമ്മാ ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഡയറക്റ്റ് റോ ഫുട്ടേജ് അങ്ങ് ഇടും. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ അടുത്തൊരു വീഡിയോ ഇനി കാണുമോ, ഇനി എന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല, എപ്പോൾ ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്തായാലും ചെറിയ എന്തായാലും വീഡിയോസൊക്കെ ആയിരിക്കും. എന്തെങ്കിലും മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ്സ്, ഷെയ്ഡേഴ്സ്, അങ്ങനത്തെ വീഡിയോസിലായിട്ട് നമ്മൾ തിരിഞ്ഞ് പോകേണ്ടി വരും. എനിക്ക് എന്തായാലും ഈ സീരീസായിട്ട് വലിയ സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതുവരെ എൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാൽ, ഒരു മൈൻക്രാഫ്റ്റ് നടത്തുന്ന ഒരു ചാനലായിട്ട് പോലും ഇതുവരെ എനിക്ക് ഒരു ഡ്രാഗൺ ഡിഫീറ്റ് എൻ്റെ ചാനലിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് എന്തുവാ ഞാൻ അല്ലാണ്ട് ഡ്രാഗൺ ഡിഫീറ്റ്, പക്ഷേ ലൈവിലെ ചാനലിൽ വീഡിയോസായിട്ട് എനിക്ക് ഇതുവരെ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അത് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ചെയ്യാം, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് വലിയായിട്ട് പിടിയുന്നില്ല. നിങ്ങളെല്ലാം കേട്ടിരുന്നു വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയോ പറയാനായിട്ടുണ്ട്, ഒന്നും ഇങ്ങോട്ട് പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതാണ് സംഭവം. നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്ന പോലെയൊക്കെ ഇടും. സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക. താങ്ക്സ് എ ലോട്ട് ഓൾ ഓഫ് യു. ടേക്ക് കെയർ. ബൈ.